രാജേന്ദ്ര ചൗധരി, ധൻ സിംഗ്, മനോഹർ രാം സിംഗ്, നർവാരിയ ലോകേഷ് ശർമ്മ ഇന്ന് മുംബൈ ഹൈക്കോടതി കുറ്റവിമുക്തരാക്കിയ 4 പേരുകളാണ് ഇപ്പോൾ പറഞ്ഞത്. കേസ് മലേഗാവ് ബോംബ് സ്ഫോടന കേസാണ്. 2006 സംഭവിച്ചതാണ്. IPC സെക്ഷൻ 302, കൊലപാതകം 307, വധശ്രമം 120B, ക്രിമിനൽ ഗൂഢാലോചന 324 ആൻഡ് 326, മാരകായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പരിക്കേൽപ്പിക്കൽ 153A, വിവിധ വിഭാഗങ്ങൾക്കിടയിൽ ശത്രുത വളർത്തൽ, UAPA വകുപ്പുകൾ 16, 17, 18, ഭീകരപ്രവർത്തനം നടത്തുക, ഭീകരപ്രവർത്തനത്തിന് പണം കണ്ടെത്തുക, ഗൂഢാലോചനയിൽ പങ്കാളികളാവുക. ഇത്രയും വലിയ കുറ്റങ്ങൾ ചുമത്തിയ 4 പേരെയാണ് ഇന്ന് കുറ്റവിമുക്തരാക്കി കളഞ്ഞത്. ശ്യാം ദേവരാജ് വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. ശ്യാം, ഈ പറഞ്ഞ കുറ്റങ്ങൾ, ഇതിനേക്കാൾ ഉപരി 37 മരണം, 300-ലധികം പേർക്ക് പരിക്കേറ്റൊരു കേസ്, നാട് നടുങ്ങിയ ഇന്ത്യ ആകെ ഞെട്ടിപ്പറച്ചൊരു കേസ്, എങ്ങനെയാണ് ഈ പ്രതികൾ ഈസിയായി കോടതിയിൽ നിന്ന് കുറ്റവിമുക്തരായി ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നത്? കോടതിയുടെ നിരീക്ഷണം എന്തായിരുന്നു? ഷിയാസ്, ഇതിന്റെ ചരിത്രം കൂടി പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് ഈ കേസിൽ എന്താണ് സംഭവിച്ചത് എന്നതിൽ വ്യക്തത വരൂ. 2006 സെപ്റ്റംബർ മാസം 6-നാണ് മാലേഗാവ് മസ്ജിദിന് സമീപം സ്ഫോടനം നടക്കുന്നത്. 37 പേർ കൊല്ലപ്പെട്ടു, 300-ലധികം പേർക്ക് പരിക്കേൽക്കുന്നു. ഇതിൽ ആദ്യഘട്ടത്തിൽ പ്രതികളാകുന്നത് 9 മുസ്ലിം യുവാക്കളാണ്. അവരെ പ്രതികളാക്കപ്പെടുകയും അവർ ഏതാണ്ട് 5 വർഷം ജയിലിൽ കിടക്കുകയും ചെയ്തു. പിന്നീട് ജാമ്യം നേടി. പക്ഷേ അവരെ പ്രതിപട്ടികയിൽ നിന്ന് പിന്നീട് ഒഴിവാക്കുകയായിരുന്നു. അത് 2011-ലാണ്. വിചാരണ കോടതി ഒഴിവാക്കാനുള്ള കാരണം ഇവരല്ല പ്രതികൾ എന്ന് തിരിച്ചറിയുന്നത് കൊണ്ടാണ്. പിന്നീടാണ് മറ്റ് ചില സ്ഫോടന കേസുകളിൽ പ്രതിയായ ഹിന്ദുത്വ തീവ്രവാദിയായ സ്വാമി അസീമാനന്ദയുടെ മൊഴി അനുസരിച്ച് കേസിന്റെ അന്വേഷണം ഹിന്ദുത്വ തീവ്രവാദ സംഘടനയായ അഭിനവ് ഭാരതിലേക്ക് എത്തുന്നത്. അവിടെ നിന്നാണ് NIA ഈ 4 പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നത്. രാജേന്ദ്ര ചൗധരി, ലോകേഷ് ശർമ്മ, ധൻ സിംഗ്, മനോഹർ രാം സിംഗ്, നർവാരിയ എന്നിവരെ അറസ്റ്റ് ചെയ്യുന്നത്. ഇവർ കുറ്റക്കാരാണ് എന്ന് ഇവർ നേരത്തെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് കുറ്റപത്രം തന്നെ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ബോംബെ ഹൈക്കോടതിയെ സമീപിക്കുന്നു. ബോംബെ ഹൈക്കോടതി ഇതിൽ സുപ്രധാനമായ ചില നിരീക്ഷണങ്ങൾ നടത്തുന്നു. NIA ഈ കേസ് ശരിയായ രീതിയിലല്ല അന്വേഷിച്ചത്, കൃത്യമായി ഇവർ പ്രതികളാണ് എന്ന് കണ്ടെത്താൻ മതിയായ തെളിവുകളില്ല എന്നടക്കമുള്ള നിരീക്ഷണങ്ങൾ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് നടത്തുന്നു. സ്വാഭാവികമായും അതിനു പിന്നാലെ ഈ 4 പ്രതികളെയും അഭിനവ് ഭാരത് എന്ന ഹിന്ദുത്വ തീവ്രവാദ സംഘടനയിൽപ്പെട്ട അല്ലെങ്കിൽ അവർക്ക് ആ ബന്ധമുണ്ട് എന്നാരോപിക്കുന്ന ഈ 4 പ്രതികളെയും ബോംബെ ഹൈക്കോടതി വെറുതെ വിടുകയാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ പരിശോധിച്ചാൽ തന്നെ എന്താണ് ഈ കേസിൽ സംഭവിക്കുന്നത് അല്ലെങ്കിൽ സംഭവിച്ചത് എന്ന് നമുക്കിതിനെ ഈ നാൾവഴികളിലൂടെ പോകുമ്പോൾ തന്നെ മനസ്സിലാവുകയും ചെയ്യും. അതിൽ ഒരുപക്ഷെ NIA എത്ര മോശമായ രീതിയിലാണ് അല്ലെങ്കിൽ എത്ര കഴിവില്ലാത്ത രീതിയിലാണ് ഇതിന്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയത്, ഒരുപക്ഷെ പ്രതികളെ രക്ഷിക്കാൻ തന്നെ NIA ശ്രമിച്ചോ എന്നടക്കമുള്ള ആക്ഷേപങ്ങൾ ഒരുപക്ഷെ ഇനിയുള്ള ദിവസങ്ങൾ അല്ലെങ്കിൽ മണിക്കൂറുകളിൽ ഉയരുകയും ചെയ്യും. ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്. ഈ അടുത്ത കാലത്ത് നമ്മൾ കേട്ട പല കോടതി വിധികളും അതുപോലെ പല കേസന്വേഷണങ്ങളുടെയും ഒക്കെ സമയത്ത് നിഷ്കളങ്കരായ മനുഷ്യർ പരസ്പരം ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് ഇപ്പോഴും നമുക്ക് ചോദിക്കാൻ തോന്നുന്നത്. ഈ ഒരു കാലത്ത് മറിച്ചൊരു വിധി നിഷ്കളങ്കരായി നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ എന്ന്.